ബി.ജെ.പിയും സഖ്യകക്ഷികളും മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഉയർത്തിയ വലിയ വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് സ്വന്തം സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ഇത്തവണയും CPM-ന് മഹാരാഷ്ട്രയിൽ സാധിച്ചിരിക്കുകയാണ്. കർഷക പ്രശ്നങ്ങളും ആദിവാസി പ്രശ്നങ്ങളും മഹാരാഷ്ട്ര നിയമസഭയിൽ നിരന്തരം ഉന്നയിച്ചിരുന്ന വിനോദ് നിക്കോള എന്ന ദഹാനു MLA ആണ് തൻ്റെ സീറ്റ് ഇത്തവണയും CPM-ന് വേണ്ടി ബി.ജെ.പി ഉയർത്തിയ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് നിലനിർത്തിയിരിക്കുന്നത്. CPM-ന്റെ 1978 മുതലുള്ള സിറ്റിംഗ് സീറ്റാണ് ദഹാനു. അവിടുത്തെ പല പഞ്ചായത്തുകളും ഇപ്പോഴും CPM ഭരണത്തിന് കീഴിലാണ്. ദഹാനുവിലെ നഗരമേഖല ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഇത്തവണ വലിയ വെല്ലുവിളിയായിരുന്നു അവരുടെ സ്ഥാനാർത്ഥിയിലൂടെ CPM-ന് ഉയർത്തിയത്. എന്നാൽ CPM-ന്റെ കർഷക സമര നേതാവും 2018 ഏറെ ശ്രദ്ധിക്കപ്പെട്ട നാസിക്കിൽ നിന്നും മുംബൈയിലേക്കുള്ള കർഷകരുടെ ലോങ് മാർച്ചിന്റെ നേതാവുമായ വിനോദ് നിക്കോളയായിരുന്നു ഇത്തവണയും CPM-ന്റെ സ്ഥാനാർത്ഥിയായി ദഹാനുവിൽ മത്സരത്തിനിറങ്ങിയത്. ഏറ്റവും അവസാനം ദഹാനുവിൽ CPM-ന് ഒരു സീറ്റ് നഷ്ടം സംഭവിക്കുന്നത് 2014. എന്നാൽ 2019 ഇതേ വിനോദ് നിക്കോളയെ രംഗത്തിറക്കി ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ CPM-ന് സാധിച്ചിരുന്നു. CPM-ന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള മഹാരാഷ്ട്രയിലെ നിയമസഭാ മണ്ഡലമാണ് ദഹാനു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ദഹാനുവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിനോദ് നിക്കോള എന്ന മഹാരാഷ്ട്രയിലെ ഏറ്റവും ദരിദ്രനായ MLA-യുടെ മണ്ഡലം കൂടിയാണ് ദഹാനു എന്നതാണ്. സ്വന്തമായി വീടോ കാറോ ഒന്നുമില്ലാത്ത വിനോദ് നിക്കോളയായിരുന്നു 2019 കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്ര നിയമസഭയിലെ ഏറ്റവും ദരിദ്രനായ MLA എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇത്തവണയും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ അഫിഡവിറ്റിൽ നിന്നും അക്കാര്യം വ്യക്തമാണ്. അദ്ദേഹം തന്നെയായിരിക്കും ഇത്തവണത്തെയും മഹാരാഷ്ട്ര നിയമസഭയിലെ ഏറ്റവും ദരിദ്രനായ MLA. അദ്ദേഹം തന്നെയായിരുന്നു ആ 2018 കർഷക സമരത്തിൻ്റെ നേതാവെന്ന കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മഹാരാഷ്ട്ര നിയമസഭയിൽ നിരന്തരമായി കർഷകർക്ക് വേണ്ടിയും ആദിവാസികൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തുന്ന വിനോദ് നിക്കോളയെ തന്നെ ഇത്തവണയും ദഹാനുവിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. ഇത്തവണ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ വിനോദ് സുരേഷിനെ 5133 വോട്ടുകൾക്കാണ് CPM സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തുന്നത്. CPM ഈ മണ്ഡലത്തിൽ 1,04,702 വോട്ടാണ് സ്വന്തമാക്കിയത്. അപ്പോഴും അവിടെ അവസാന റൗണ്ട് പോളിംഗ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വോട്ട് നിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ അവിടെ ഇനി ഫലത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാര്യം ഇനി എണ്ണാനുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ ഇടാനുള്ള ബൂത്തുകളെല്ലാം തന്നെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM ഇത്തവണ 2 സീറ്റുകളിലാണ് പ്രതിപക്ഷ മുന്നണിയായ മഹാവികാസ് അഘാടി സഖ്യത്തിനൊപ്പം മത്സരിച്ചത്. അതിൽ ഒന്ന് ദഹാനുവായിരുന്നു, മറ്റൊന്ന് കൽവാനാണ്. കൽവാനിൽ CPM-ന് ഒരു നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇത്തവണ MLA സീറ്റ് നഷ്ടമാകുന്നത്. NCP അജിത് പവാർ വിഭാഗം നേതാവ് 8519 വോട്ടിനാണ് CPM സ്ഥാനാർത്ഥിയെ ഇവിടെ പരാജയപ്പെടുത്തുന്നത്. എന്നാൽ കോൺഗ്രസുമായോ മറ്റ് മഹാവികാസ് അഘാടിയിലെ സഖ്യകക്ഷികളുമായോ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മെച്ചപ്പെട്ട പ്രകടനമാണ് CPM ഇത്തവണ പുറത്തെടുത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പല മണ്ഡലങ്ങളിലും CPM മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ ഒന്ന് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ സ്വന്തമാക്കുകയും മറ്റൊരു മണ്ഡലത്തിൽ ബി.ജെ.പിക്കും അതിൻ്റെ സഖ്യകക്ഷിക്കും ഒരു വലിയ വെല്ലുവിളി ഉയർത്താനും CPM-ന് സാധിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയല്ല. രമേശ് ചെന്നിത്തല അടക്കമുള്ള കേരളത്തിലെ നേതാക്കൾ പോലും തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്ന ഇത്തവണത്തെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയത് അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദയനീയമായ പരാജയങ്ങളിലേക്ക് ഒന്നിലേക്കായിരുന്നു. അതിൽ പറയേണ്ടത് കോൺഗ്രസ് ഇത്തവണ മത്സരിച്ചത് സഖ്യത്തിൽ 100 സീറ്റിലാണ്. അതിനു പുറമെ സഖ്യകക്ഷികൾക്കെതിരെ 2 സീറ്റുകളിൽ കൂടി അധികമായി കോൺഗ്രസ് മത്സരിച്ചു. അതായത് 102 സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് മത്സരം. അവിടെ നിന്നും അവസാനം പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം വെറും 16 സീറ്റുകൾ ജയിക്കുവാനോ ലീഡ് ചെയ്യുവാനോ മാത്രമാണ് കോൺഗ്രസിന് സാധിച്ചത്. ഇത് CPM-ന്റെ സ്ട്രൈക്ക് റേറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നാരോ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും CPM ഇത്തവണയും അതിൻ്റെ സിറ്റിംഗ് സീറ്റ് മഹാരാഷ്ട്രയിൽ നിലനിർത്തിയിരിക്കുകയാണ്. 5133 വോട്ടുകൾക്കാണ് CPM-ന്റെ വിനോദ് നിക്കോള ദഹാനു സീറ്റിൽ നിന്നും വിജയിച്ചു കയറിയത്.